എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഫസ്റ്റ് എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വീഡിയോയുടെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു രണ്ട് കാര്യങ്ങൾ, അതായത് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി. ഇത് രണ്ടും തുല്യമായിട്ട് പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്, അളവും ഗുണനിലവാരവും. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ തുടർച്ച തന്നെയാണ്. ക്വാണ്ടിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം വരേണ്ട ഒരു കാര്യം. അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലുള്ള വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണ്, ഒരു പുതിയൊരു സ്ഥാപനമായിരിക്കാം. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം പുതിയതായിട്ട് ഞാൻ പഠിച്ചെടുക്കാൻ പോവുകയാണ്. വെച്ചേ വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ പഠിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് വണ്ടിയിൽ കയറി ഇരുന്നാൽ പെർഫെക്റ്റായിട്ട് ഒരു നല്ലൊരു ഡ്രൈവർ ഓടിക്കുന്ന പോലെ എനിക്ക് ഓടിക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടില്ല. അത് തീർച്ചയായിട്ടും ഞാൻ പലവട്ടം ശ്രമിച്ച് വണ്ടി ഓഫായി അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ വന്ന് അതെങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഡ്രൈവറായിട്ട് മാറുന്നത്. അല്ലേ? ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു സ്ഥാപനം തുടങ്ങാനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും വളർത്താനും തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകം ഇതാണ്. അതായത് ആദ്യമേ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഉള്ള ചിന്തയിൽ പോകുന്നതിന് പകരം ഞാൻ എങ്ങനെ ഇത് തുടങ്ങും എന്നുള്ളത് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ അത് തുടരാനും അത് നല്ല രീതിയിൽ അവസാനിപ്പിക്കാനും നമുക്ക് തീർച്ചയായിട്ടും പറ്റും. അപ്പം ഇവിടെയും ചാണക്യനും ശരിക്കും പറഞ്ഞാൽ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. ചാണക്യൻ എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കക്കാരനെ കാര്യങ്ങൾ പഠിപ്പിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിനുള്ള ക്ഷമ ഉണ്ടാവില്ല. പക്ഷെ ചാണക്യന് അറിയാമായിരുന്നു, അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആളുകൾ എത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനമായിട്ട് വേണ്ട ഒരു കഴിവെന്ന് പറയുന്നത് ക്ഷമയാണ്. അപ്പോൾ ക്ഷമയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് നിഷ്പ്രയാസം പഠിച്ചെടുക്കാൻ സാധിക്കും. അതിൽ നമുക്ക് മാസ്റ്റർ ആവാൻ സാധിക്കും എന്നുള്ളത് ചരിത്രം തന്നെ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്വാണ്ടിറ്റി വളരെ പ്രധാനമാണ് എന്ന് പറയുന്നു. രണ്ടും പ്രധാനമാണ്, പക്ഷേ ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാണ്ടിറ്റിയിലാണ്. എത്ര വട്ടം നമ്മൾ ചെയ്യുന്നു, ആവർത്തിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചിന്തിച്ച് നമ്മൾ തുടങ്ങി വയ്ക്കുന്ന ഏതൊരു സ്ഥാപനത്തെയും നമ്മുടെ സ്വപ്നമായിരിക്കാം അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.